ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു മോര് കറി ഉണ്ടാക്കിയാലോ? കുമ്പളങ്ങയും കായും കൂടി അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി തേങ്ങ എടുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടി, ജീരകം, ഇച്ചിരി തൈര് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തൈരിൽ അരക്കുന്നത്. തേങ്ങ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു 3-5 പച്ചമുളക്, അത് നമുക്ക് എരിവിന് ആവശ്യമായുള്ളത് ഇടാം കേട്ടോ. ഇട്ടതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ വെന്ത കഷ്ണത്തിനകത്ത് നമ്മൾ അരപ്പൊഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക. കട്ടയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് എടുത്തേക്കുന്നത്. കറിവേപ്പില ഇടുക. പിന്നെ നല്ലോണം തിളച്ചതിന് ശേഷം ഒരുപാടങ്ങ് തിളച്ച് വറ്റിക്കാൻ പോകരുത്. മോര് കറിയാണ്. ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വെക്കുക. പിന്നീട് നമ്മൾ കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് അരിഞ്ഞിട്ടത് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിടുക. നല്ല അടിപൊളിയായിരിക്കും നമ്മളെ മോര് കറി. പുളിയുള്ള മോരാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. നിങ്ങൾക്ക് പുളിക്ക് ആവശ്യമായത് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ തന്ന് എന്നെ മുന്നോട്ടേക്കൊന്ന് യാത്രയാക്കിയേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ചക്രവർത്തി